നമസ്കാരം. ശക്തൻ തമ്പുരാന്റെ സൗധം പുനർരചിക്കപ്പെട്ട് സമർപ്പിക്കപ്പെടുന്ന ഈ ദിവ്യ മുഹൂർത്തത്തിൽ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർകൾ, ശ്രീ MK വർഗീസ് അവർകൾ, പ്രിയ സാംസ്കാരിക കൂട്ടായ്മയ്ക്ക്, സഹോദരങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. എന്നെ സംബന്ധിച്ച് നിങ്ങളെല്ലാം കരുതുന്നത് പോലെ തന്നെ വളരെ അഭിമാനമാർന്ന ഒരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പാരമ്പര്യം അന്തിയുറങ്ങുന്ന ഈ സൗധം മിനുക്ക് പണികളിലൂടെ എന്ന് മാത്രമേ നമുക്ക് പറയുവാൻ സാധിക്കൂ. കാരണം ഈ സൗധത്തിൻ്റെ സ്ഥാപിത കാലഘട്ടം, അതിൻ്റെ മാതൃക ഒരു തനി കേരളീയ അല്ലെങ്കിൽ ഭാരതീയ ഡച്ച് മാതൃക, വാസ്തു മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് കൊച്ചി രാജവംശം തുടങ്ങി വച്ച ഒരു വലിയ ഉദ്യമം ഇന്ന് സാംസ്കാരിക കേരളത്തിന് തലയെടുപ്പോടുകൂടി തൃശ്ശൂരിൽ ഉദിച്ചുയർന്ന് ഇന്നും നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മണ്ണിനെ കുമ്പിടണം, നമസ്കരിക്കണം. ആ നമസ്കാരമാണ് സത്യത്തിൽ ഒരുപക്ഷെ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റും മ്യൂസിയം ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാം ചേർന്ന് കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ എന്ന് പറഞ്ഞുകൂടാ, ഒത്തുചേരലോടെ എന്ന് പറയുന്നതാവും. കാരണം ഇത് ഭാരതത്തിൽ മുഴുവൻ മൺമൂടിപ്പോയ ഒരുപാട് കേന്ദ്രങ്ങൾ ആർക്കിയോളജിയുടെ. സത്യത്തിൽ ഞാൻ ആ വകുപ്പിൻ്റെ മന്ത്രിയല്ല, ടൂറിസം മാത്രമാണ് എൻ്റെ കീഴിലുള്ളത്. കൾച്ചർ MOS ഞാനല്ല. എന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചതാണ്. അത് ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർകൾ എനിക്ക് ചാർത്തി തന്ന ഒരു അഭിമാന നിമിഷവുമാണ് ഇന്ന് ഈ വേദിയിലെ എൻ്റെ സ്ഥാനം. തൃശ്ശൂരിന് ആ അനുഗ്രഹം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചു എന്നത് എൻ്റെ ഈ മേഖലയിലുള്ള ജീവിതത്തിന് വലിയ ഒരു തിളക്കമാണ് ചാർത്തിത്തരുന്നത് എന്നതും എനിക്ക് അഭിമാനിക്കാൻ വക നൽകുന്നു. ഉറപ്പായിട്ടും ഇതൊരു തുടക്കം മാത്രമായിരിക്കും. ഇതിൻ്റെ അനുപാതമൊക്കെ ഇവിടെ മന്ത്രി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. 80 കേന്ദ്ര സർക്കാരും 20 കേരള സർക്കാരും എന്ന അനുപാതത്തിൽ ഒരുപക്ഷെ പറഞ്ഞതിലൊരു ചെറിയ കൺഫ്യൂഷൻ വന്നത് ആ 80%-ൽ 50%-മായ 2 കോടി ചില്ലുവാനൻ രൂപ കൊണ്ട് മാത്രം ഒരുക്കിയിരിക്കുന്ന ഒരു നവീകരിച്ച രചനയാണ് നമ്മൾ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ അനുഭവിച്ചറിയാൻ പോകുന്നത്. ഇനിയും അതിൽ 50% ബാക്കിയുണ്ട്. കേരള സർക്കാരിൻ്റെയും അതുപോലെ 70, 79, 80 ലക്ഷം രൂപ. ഇത് പണത്തിൻ്റെ ആവശ്യം അനുസരിച്ചുള്ള പണം ആവശ്യപ്പെട്ട് വന്നത് ചിലവാക്കിയുള്ള ഒരു നവീകരണം എന്നതിലുപരി ഈ ക്ഷേത്രത്തിന് നൽകുന്ന മര്യാദ എന്ന് പറയുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ഘടകം, ആരാധിക്കപ്പെടേണ്ട ഘടകം. അത് കേരള സർക്കാരിനത് തോന്നി, കേന്ദ്ര സർക്കാരിനെ അത് അറിയിച്ച് അതിവിടെ കൊണ്ടുവരുവാൻ ഇവിടുത്തെ മന്ത്രിസഭയ്ക്ക് സാധിച്ചുവെങ്കിൽ ഞാൻ ആദ്യം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നത് കേരള സർക്കാരിനാണ്. കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെയും ഇപ്പോൾ ടൂറിസത്തെ സംബന്ധിച്ച് ഒരുപാട് പദ്ധതികളാണ്
എൻ്റെ ടേബിളിലേക്ക് വരുന്നത്. എല്ലാ കോൺഗ്രസ് എം പിമാരും CPM-ൻ്റെ എം പിയും ഒക്കെ സുഹൃത്തുക്കളാണ്. അവരെല്ലാം അവരുടെ പ്രദേശത്തെ ഓരോ മോഡ്യൂൾസാണ്, ഓരോ ടൂറിസം പ്രോപ്പർട്ടീസാണ് എടുത്തിട്ട് എൻ്റെ മുന്നിലെത്തുന്നത്. ഒരൊറ്റ മറുപടിയെ എല്ലാവർക്കും നൽകാൻ സാധിക്കുന്നുള്ളൂ. ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടിയുടെ മൂല്യം മനസ്സിലാക്കി ഇത് ഉദ്ധരിക്കപ്പെടേണ്ടതാണ് എന്ന് തോന്നി അതിൻ്റെ DPR കേന്ദ്ര സർക്കാരിൻ്റെ ടൂറിസം വകുപ്പിലേക്ക് എന്ന് ശുപാർശ ചെയ്യുന്നുവോ അന്ന് മാത്രമാണ് ഞങ്ങൾക്കിതിലേക്ക് കയ്യോ കാലോ മനസ്സോ കടത്താൻ പറ്റുന്നത് എന്നുള്ളത് സത്യമാണ്. അതാണ് കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന വലിയ ഒരു ജനാധിപത്യ സംവിധാനം സൂചിപ്പിക്കുന്നത്. ടൂറിസം സങ്കല്പത്തിൽപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ പദ്ധതിയാണ് സാസ്കി എന്ന് പറയുന്ന പദ്ധതി. അതിൻ്റെ കീഴിൽ ഏതാണ്ട് 43 പദ്ധതികളാണ് 23 സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നത്. എല്ലാം ആ സംസ്ഥാന സർക്കാരുകൾ ഒരുപക്ഷെ കേന്ദ്രത്തിൻ്റെ ഒരു പാരാമീറ്റർ എന്ന് പറയുന്ന ഉത്തേജകം ലഭിച്ചുകൊണ്ട് അത് യോഗ്യമായി കരുതിക്കൊണ്ട് മുന്നോട്ട് വെച്ച പദ്ധതികളാണ്. അതിൽ നിന്ന് 40 പദ്ധതികളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഏതാണ്ട് 20 സംസ്ഥാനങ്ങൾക്കാണ് ഏകദേശം 20 സംസ്ഥാനങ്ങൾക്കാണ് ഇതിൻ്റെ അനുഗ്രഹം ലഭിച്ചിട്ടുള്ളത്. ടോട്ടൽ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 3200 ചില്ലുവാനം കോടിയുമാണ്. അതിൽ കേരളത്തിന് 2 പദ്ധതികൾക്കുള്ള സാധ്യതയുണ്ടായിരുന്നു. 2 പദ്ധതികൾ വന്നതിൽ വടകരയിലുള്ള, കോഴിക്കോട് ജില്ലയിലെ വടകരയിലുള്ള സർഗാലയം ഏതാണ്ട് 156ഓളം കോടിയാണ് കേരളത്തിന് വേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. അതിൽ ഒരു സിംഹഭാഗവും കൊണ്ടുപോയിരിക്കുന്നത് സർഗാലയം എന്ന് പറയുന്ന വടകരയിലെ പദ്ധതിയാണ്. അതിൻ്റെ തുടക്കം കുറിച്ച് കഴിഞ്ഞു. രണ്ടാമത്തെ പദ്ധതി DPR-ന് ഒരുപക്ഷെ നാഷണൽ പാരാമീറ്റേഴ്സിനുള്ളിൽ വന്ന് ചേരാൻ പ്രാപ്തിയില്ലാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റൊരു പദ്ധതി, ഒരുപക്ഷെ സ്വാർത്ഥത എന്ന് നിങ്ങൾ പറയുമെങ്കിലും ഞാൻ സൂചിപ്പിച്ചതല്ല, എൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലെ സെക്രട്ടറിയും അഡീഷണൽ സെക്രട്ടറിയും ചേർന്ന് സൂചിപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അത് കൊല്ലത്തേക്കാണ് വന്നിരിക്കുന്നത്. ആർക്കും അതിനകത്ത് വ്യസനം തോന്നരുത്. കൊല്ലം എൻ്റെ ജന്മഭൂമിയല്ല, ഞാൻ വളർന്ന സ്ഥലം മാത്രമാണ്. അവിടുത്തെ അഷ്ടമുടി കായലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ അഷ്ടമുടി കായലിലാണ് ഞാൻ മനുമംഗളം എന്ന് പറയുന്ന സിനിമയിൽ മിന്നൽ പ്രതാപനായിട്ട് ആ തടാകത്തിലേക്ക് എടുത്ത് ചാടുന്നത്. ഒരുപക്ഷെ അഷ്ടമുടിക്കായലിലെ അന്നനടത്തോണിയിലെ എന്ന സത്യൻ മാഷും വിജയാമ്മയും കൂടെ ചേർന്നൊരു ഗാന ചിത്രീകരണ സമയത്ത് ആ ടഗ്ഗിൽ ഞാനും എൻ്റെ അച്ഛനും എൻ്റെ അനിയനും അമ്മയും ഒക്കെ ഉണ്ട്. അന്നത്തെ അഷ്ടമുടിക്കായൽ എത്രമാത്രം വളരെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും, ആ തരത്തിലേക്ക് തരം താഴ്ത്തിക്കളഞ്ഞു. പിന്നീട് വന്ന ഒരു സമൂഹത്തിൻ്റെ ആ നദി അല്ലെങ്കിൽ നദി വന്ന് ചേരുന്ന ഒരു തടാകത്തിനോടുള്ള മര്യാദ എത്രമാത്രം ലംഘിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് തോന്നിപ്പോയത് ഒരുപക്ഷെ ആ ജലത്തിലൊന്ന് പൊങ്ങിയപ്പോഴാണ്. ദേഹത്ത് മുഴുവൻ മൃഗങ്ങളുടെ മാംസ അവശിഷ്ടങ്ങളായിരുന്നു, ബ്രോയിലർ കോഴികളുടെയൊക്കെ മറ്റ്. ഒരുപക്ഷെ അതിനൊക്കെ ഉത്തരം കിട്ടാൻ ഒരു നിയോഗം പോലെയാണ് ഈ വകുപ്പിൽ ഇരിക്കുമ്പോൾ അതിനും കൂടി ഉത്തരം കണ്ടെത്താൻ തരത്തിൽ ഉള്ള ഒരു ടൂറിസം പ്രോജക്റ്റ് ആ അഷ്ടമുടി കായലിൽ വരുന്നു എന്ന് പറയുന്നത് ഇന്നിപ്പം ഞാനിവിടെ എത്രമാത്രം അഭിമാനത്തോടെ നിൽക്കുന്നുവോ അതെനിക്ക് കൊല്ലത്തും അതേ അഭിമാന മുഹൂർത്തമാണ് ആ തെരഞ്ഞെടുപ്പ് സമ്മാനിച്ചിട്ടുള്ളത്. ഈ സ്ഥാപനത്തിൻ്റെ പുതിയ പ്രഭ ഇവിടെ തുറന്നു വെച്ചതായി മാത്രം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹം, നന്ദി, നമസ്കാരം.